മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോഹാബ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 1973 ജൂലൈ 2019 കേരള സെറ്റ് സുവോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. An attempt to classify organism based on overall similarity, usually in morphology or other observable trait, regardless of their phylogeny or evolutionary relationship is called. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യണം. ഇതിൻ്റെ ബേസിലാണ് ഓവറോൾ സിമിലാരിറ്റിയുടെയും അവരുടെ മോർഫോളജി അല്ലെങ്കിൽ ഒബ്സർവബിൾ ട്രൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അല്ലാതെ അവരുടെ ഫൈലോജനിയോ എവല്യൂഷണറി റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ടല്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ത്? ഓപ്ഷൻ എ ടാക്സിമെട്രിക്സ് എന്ന് പറഞ്ഞാൽ. അടുത്തത് എ സെറ്റ് ഓഫ് സ്പീഷീസ് ഡിസെൻഡഡ് ഫ്രം എ കോമൺ ആൻസ്ട്രൽ സ്പീഷീസ് ഈസ് നോൺ ആസ് ഓപ്ഷൻ ബി ക്ലെയ്ഡ്. അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ടെനീഡിയം, സോഷ്യൽ ഇൻസെക്ട്, ട്രോക്കോഫോർ ലാർവ, മെഹലിസ് ഗ്ലാൻഡ്. അപ്പം ഇതിൻ്റെ ഓപ്ഷൻ സി ആണ്. ഇപ്പോൾ ടെനീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോപെക്ടിനേറ്റ് ഗിൽ. ഓക്കെ, ഇപ്പോൾ ടെനീഡിയം എന്ന് പറയുന്നത് മോണോപെക്ടിനേറ്റ് ഗിൽ. സോഷ്യൽ ഇൻസെക്റ്റ് ആണ് ടെർമൈറ്റ്. സോഷ്യൽ ഇൻസെക്ട് ടെർമൈറ്റ്. ട്രോക്കോഫോർ ലാർവ. പക്ഷെ ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ. അതായത് ഇവിടുത്തെ ഓപ്ഷനിൽ C3 എന്നാണ് കൊടുത്തേക്കണത്, പക്ഷെ ശരിക്കും C4 ആണ്. മനസ്സിലായി? അപ്പൊ ട്രോക്കോഫോർ ലാർവ വരുന്നത് സി മൗസിലാണ്. ഓക്കെ, സി മൗസിലാണ് വരുന്നത്. ആൻഡ് മെഹലിസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ടേനിയ സോളിയത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആണ് അവിടുത്തെ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ടെനീഡിയം എന്ന് പറഞ്ഞാൽ മോണോപെക്ടിനേറ്റ് ഗിൽ, സോഷ്യൽ ഇൻസെക്ട് ടെർമൈറ്റ്, ട്രോക്കോഫോർ ലാർവ സീ മൗസ്, മെഹലിസ് ഗ്ലാൻഡ് ടേനിയ സോളിയം. അടുത്തത് കിങ്ഡം പ്രോട്ടിസ്റ്റ കണ്ടെയ്ൻ. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി യൂക്കാരിയോട്ടിക് യൂണിസെല്ലുലാർ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം. ഇനി കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ആംഫീബിയ ആൻഡ് റെപ്റ്റൈൽസ്. ആംഫീബിയം റെപ്റ്റൈൽസും തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്കിനെയാണ് സെമോറിയ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ. അടുത്തത് ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ മോർഗൻ ക്രോസ് ബിറ്റ്വീൻ വൈറ്റ് ഐഡ് മെയിൽ ഫ്രൂട്ട് ഫ്ലൈ ആൻഡ് വൈൽഡ് ടൈപ്പ് ഫീമെയിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ടെസ്റ്റ് ക്രോസ്. The standard test cross between a homozygous recessive organism and the one displaying the dominant phenotype. So ഇതിൽ ഓപ്ഷൻ ബി both A and R are individually true. R is the correct explanation of A. ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് പീരീഡ്സ്? ഏതൊക്കെയാണ്? കാംബ്രിയൻ, പെർമിയൻ, ട്രയാസിക്, ക്രിട്ടീഷ്യസ്. ഓപ്ഷൻ ബി. അടുത്തത് സിംഗർ ആൻഡ് നിക്കോൾസൺ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ബയോമെംബ്രെയിൻ ഡിഫറെന്റ് ഫ്രം റോബർട്ട്സൺ മെംബ്രെയിൻ ഇൻ ഓപ്ഷൻ ഡി അറേഞ്ച്മെന്റ് ഓഫ് പ്രോട്ടീൻസ്. അടുത്തതും ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഓസിറ്റോസിൻ ഈസ് കോൾഡ് എ ബർത്ത് ഹോർമോൺ. Reason: it stimulates the contraction of smooth muscles and blood vessels of uterus during childbirth. അത് കറക്റ്റ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ both A and R are individually true and R is correctly explanation of A. അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. അമീബിയാസിസ്, ഡിപ്തേരിയ, കോളറ, സിഫിലിസ്. ഇതിൽ നമുക്ക് സിഫിലിസ് അറിയാലോ, ട്രിപ്പോണിമ പല്ലിഡം സിഫിലിസ്. സോ ഞാൻ ഓപ്ഷൻസ് വായിക്കാം. അമീബിയാസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? അമീബിയാസിസ് യൂസ് ഓൺലി സ്റ്റെറിലൈസ്ഡ് ഫുഡ് ആൻഡ് വാട്ടർ. അപ്പൊ അമീബിയാസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂസ് ഓൺലി സ്റ്റെറിലൈസ്ഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഡിപ്തേരിയ എന്ന് പറയുമ്പോൾ എന്താണ്? DPT വാക്സിൻ. ഇതും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡിപ്തേരിയ എന്ന് പറയുമ്പോൾ DPT വാക്സിൻ. കോളറ എന്ന് പറയുമ്പോൾ എന്താണ്? യൂസ് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി. സിഫിലിസ് എന്ന് പറയുമ്പോൾ ട്രിപ്പോണിമ പാലിഡം. അടുത്തത് അനിമൽസ് ലിവ് ടെമ്പററിലി ഇൻസൈഡ് ദ കേവ് ഈസ് നോൺ ആസ് ഏതാണ്? ഓപ്ഷൻ സി ട്രോഗ്ലോഫൈൽസ്. ഓക്കെ, ട്രോഗ്ലോഫൈൽസ് ആണ് എന്ത്? കേവിൽ ടെമ്പററിലി ജീവിക്കുന്ന അനിമൽസിനെയാണ് ട്രോഗ്ലോഫൈൽസ് എന്ന് പറയുന്നത്. അടുത്തതും ഒരു മാച്ച് ഫോളോയിങ് ആണ്. മെറിഡോണിയൽ, വെർട്ടിക്കൽ, ഇക്വറ്റോറിയൽ, ലോഞ്ചിറ്റ്യൂഡിനൽ. അതിൽ മെറിഡോണിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയൻ ആക്സിസ് റൺ ബിറ്റ്വീൻ സെന്റർ ഓഫ് അനിമൽ ആൻഡ് വെജിറ്റൽ പോൾ. ഓക്കെ, വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലീവേജ് ഫറോ പാസസ് ത്രൂ ആക്സിസ് അതർ ദാൻ മീഡിയൻ ആക്സിസ്. ഇക്വറ്റോറിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? ലൈൻ ഓഫ് ഡിവിഷൻ റൺ അറ്റ് റൈറ്റ് ആംഗിൾ ടു മീഡിയൻ ആക്സിസ്. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീവേജ് ഫറോ. അടുത്തത് ഗ്ലൈക്കോഫോറിൻ. ഗ്ലൈക്കോഫോറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ. അപ്പൊ ഗ്ലൈക്കോഫോറിൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടീൻ അറ്റാച്ച് ടു ദ മൈക്രോട്യൂബിൾ പ്രൊവൈഡ് ദ ഫോഴ്സ് ഫോർ സ്പെർം പ്രൊപ്പൽഷൻ? ഏതാണ്? ഓപ്ഷൻ ബി ഡൈനിൻ. അടുത്തത് ബാൽബിയാനി റിംഗ് ഈസ് എ സൈറ്റ് ഓഫ്. ബാൽബിയാനി റിംഗിലാണ് എന്ത് നടക്കുന്നത്? ആക്റ്റീവ് mRNA സിന്തസിസ് നടക്കുന്നത്. സോ ഓപ്ഷൻ സി. അടുത്തത് ഇന്റർ റിലേറ്റഡ് കെമിക്കൽ
reaction involved in metabolic activities of every living cell for the maintenance of life catalyzed by specific proteinaceous substance are called option D enzymes. അടുത്തത് വൈറ്റമിൻ കെ ഹാസ് ബീൻ ഇംപ്ലിക്കേറ്റഡ് ഇൻ വൈറ്റമിൻ കെ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നതിലാണ് ഓൾ ഓഫ് ദി എബോവ്, അതായത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഇൻ മൈറ്റോകോൺട്രിയ, ഫോട്ടോസിന്തറ്റിക് ഫോസ്ഫോറിലേഷൻ ഇൻ എ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. അടുത്തത് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ ഇൻവോൾവ് ആക്ടിവേഷൻ ഓഫ് ഫാറ്റി ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓപ്ഷൻ എ ATP ആൻഡ് തിയോകൈനേസ് എൻസൈം. അടുത്ത ക്വസ്റ്റ്യൻ റൈബോസൈംസ് ആർ. റൈബോസൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി RNA മോളിക്യൂൾ ഹാവിംഗ് എൻസൈം ആക്ടിവിറ്റി. ഇനി ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. DNA സ്ട്രക്ചർ, സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ ഓഫ് DNA, 1 gene 1 enzyme തിയറി, ഇൻഡക്ഷൻ ഓഫ് മ്യൂട്ടേഷൻ. ഇതിൽ നിങ്ങൾക്ക് എന്താണ് DNA സ്ട്രക്ചർ വാട്സൺ ആൻഡ് ക്രിക്ക് ഇത് കറക്റ്റ് ആയിട്ട് അറിയാം. സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ മിസൽസൺ ആൻഡ് സ്റ്റാൾ ഇതും അറിയാൻ പറ്റും. സോ 1 gene 1 enzyme തിയറി ആരുടെയാണ്? ബീഡിൽ ആൻഡ് ടൗട്ടം. ഇൻഡക്ഷൻ ഓഫ് മ്യൂട്ടേഷൻ ആരുടെയാണ്? മുള്ളർ ആൻഡ് സ്റ്റാഡ്ലർ. അപ്പോൾ ഞാൻ ഒന്നുകൂടി വായിക്കാം. DNA സ്ട്രക്ചർ എന്ന് പറയുന്നത് വാട്സൺ ആൻഡ് ക്രിക്ക്, സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ ഓഫ് DNA മിസൽസൺ ആൻഡ് സ്റ്റോൾ, 1 gene 1 enzyme തിയറി ബീഡിൽ ആൻഡ് ടൗട്ടം, ഇൻഡക്ഷൻ ഓഫ് മ്യൂട്ടേഷൻ ബൈ മുള്ളർ ആൻഡ് സ്റ്റാഡ്ലർ. സോ ഓപ്ഷൻ സി. അടുത്തത് വെൻ മെയിൽസ് ആർ പ്രൊഡ്യൂസ് ഫ്രം അൺഫെർട്ടിലൈസ്ഡ് എഗ്. അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് മെയിൽ ഉണ്ടാവുന്നതിനെയാണ് ഇറ്റ് ഈസ് ടേംഡ് ആസ് അറിനോടോക്കി. ഓപ്ഷൻ ഡി. അടുത്തത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ. അത് നമുക്കറിയാവുന്നതാണ് DNA ആംപ്ലിഫൈ ചെയ്യണം. അപ്പൊ DNA ആംപ്ലിഫിക്കേഷന് വേണ്ടിയാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്തത് ആൻ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ലിവിംഗ് ഇൻ ദ സെയിം ഹാബിറ്റാറ്റ് ആൻഡ് ഹാവിംഗ് ഫങ്ഷണൽ ഇന്ററാക്ഷൻ ഈസ് കോൾഡ് ഓപ്ഷൻ ബി ബയോട്ടിക് കമ്മ്യൂണിറ്റി. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് കോർട്ട്ഷിപ്പ് ബിഹേവിയർ ഈസ് എ ഫോം ഓഫ്. കോർട്ട്ഷിപ്പ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി ഫിക്സഡ് ആക്ഷൻ പാറ്റേൺ. അടുത്ത ക്വസ്റ്റ്യൻ വാലീസ് ലൈൻ പാസ് ബിറ്റ്വീൻ. വാലീസ് ലൈൻ പാസ് ചെയ്യുന്നത് എവിടെയാണ്? ബിറ്റ്വീൻ വാലി ആൻഡ് ലെംബോക്ക്. ഓപ്ഷൻ സി. അടുത്തത് ക്രേനിയൽ കപ്പാസിറ്റി വാസ് ലാർജസ്റ്റ് ഇൻ. നിയാൻഡർതാൽ മാനിനാണ് ഏറ്റവും കൂടുതൽ ക്രേനിയൽ കപ്പാസിറ്റി ഉള്ളത്. സോ ഓപ്ഷൻ ഡി നിയാൻഡർതാൽ മാൻ. അടുത്തത് ഹാസൽസ് കോർപ്പസൽ. ഹേസൽസ് കോർപ്പസൽസ് എവിടെയാണുള്ളത്? ഓപ്ഷൻ എ തൈമസ് ഗ്ലാൻഡിലാണ് ഹേസൽ കോർപ്പസൽ ഉള്ളത്. അടുത്തത് ടെമ്പറേച്ചർ ബേസ്ഡ് സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ഫൗണ്ട് ഇൻ. എവിടെയാണ്? ടർട്ടിൽസിലാണ് ടെമ്പറേച്ചർ ബേസ്ഡ് സെക്സ് ഡിറ്റർമിനേഷൻ ഉള്ളത്. അടുത്തത് ഡെസ്മോ ട്യൂബിൾ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ്. ഡെസ്മോ ട്യൂബിൾ എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ എക്സ്റ്റൻഷനെയാണ്. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. അലൻസ് റൂൾ, ഗ്ലോഗേഴ്സ് റൂൾ, ബെർഗ്മാൻസ് റൂൾ, ജോർഡാൻസ് റൂൾ. ഇതിൽ ബെർഗ്മാൻസ് റൂൾ എല്ലാവർക്കും അറിയാം, ആനിമൽസിന്റെ സൈസായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇനി ഗ്ലോഗേഴ്സ് റൂൾ അത് പിഗ്മെന്റേഷൻ. അപ്പൊ ഗ്ലോ ചെയ്തു, നല്ല വെളുത്ത് പിഗ്മെന്റ് ആയിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ വരുന്നതാണ്. ഇപ്പൊ ഗ്ലോഗേഴ്സ് റൂൾ എന്ന് പറയുന്നത് പിഗ്മെന്റേഷൻ. അപ്പൊ ഞാൻ വായിക്കാം. അലൻസ് റൂൾ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എക്സ്ട്രിമിറ്റി ആണ്. ഗ്ലോഗേഴ്സ് റൂൾ എന്ന് പറയുന്നത് പിഗ്മെന്റേഷൻ ആണ്. ബെർഗ്മാൻസ് റൂൾ എന്ന് പറയുന്നത് സൈസ് ഓഫ് ആനിമൽ. ജോർഡാൻസ് റൂൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെർട്ടിബ്രേ. അടുത്തത് സൂപ്പർ മെയിൽ ഹാവ് XYY. XXY ആണെങ്കിൽ ക്ലൈൻഫെൽറ്റ് സിൻഡ്രോം വന്നാലേ, പക്ഷെ ഇത് XYY ആണ്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ജേക്കബ് സിൻഡ്രോം. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഗ്രേസറി, മസ്കാഡിൻ, പെബ്രിൻ, മഗ്ഗോട്ട്. അപ്പൊ ഗ്രേസറി എന്ന് പറയുമ്പോൾ വൈറൽ ആണ്, മസ്കാഡിൻ എന്ന് പറയുമ്പോൾ ഫംഗൈ, പെബ്രിൻ എന്ന് പറയുമ്പോൾ പാരസൈറ്റിക് പ്രോട്ടോസോവ, മഗ്ഗോട്ട് എന്ന് പറയുന്നത് ട്രൈക്കോൾഗിയ സോർബില്ലാസ്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി. ഓക്കെ. അടുത്തത് ദ ഫോസ്ഫജൻ ദാറ്റ് പ്രൊവൈഡ് ആൻ ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് എനർജി ഫോർ വെർട്ടിബ്രേറ്റ് മസ്കുലർ കൺട്രാക്ഷൻ ഈസ്. ഏതാണ്? ഓപ്ഷൻ സി ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ്. അടുത്തത് ദ ടേം ആൽഫ ഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു. ആൽഫ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി കമ്മ്യൂണിറ്റി ആൻഡ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഏതാണ്? ഓപ്ഷൻ എ ഓൾ ആനിമൽ റിക്വയർ എ മീഡിയം ഫോർ റെസ്പിറേഷൻ. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ വെക്ടർ ഫോർ പാറ്റാസി ഫീവർ ഇൻ മാൻ? ഏതാണ്? ഓപ്ഷൻ ബി ഫ്ലീബോട്ടോമസ്. അടുത്തത് എ ടേം ആർ സെലക്ഷൻ ആൻഡ് കെ സെലക്ഷൻ ആർ യൂസ്ഡ് ഇൻ. എവിടെയാണ്? ഓപ്ഷൻ സി സക്സഷൻ. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാൻലി മില്ലർ conducted an experiment to demonstrate that simple organic molecule like amino acid could be produced if an electric discharge is passed through a mixture of such gases as might have been present in the atmosphere of early Earth. The gaseous mixture used in the experiment comprised of എന്തൊക്കെയുണ്ട്? മീഥെയ്ൻ, അമോണിയ, ഹൈഡ്രജൻ, വാട്ടർ വേപ്പർ. അടുത്തത് എ ഫ്രാഗ്മെന്റ് ഓഫ് DNA cut by restriction enzyme forms bond with other DNA molecule that have option A been fragmented by the same restriction enzymes. Antibody diversity is generated by. Antibody diversity generate ചെയ്യുന്നത് ഓപ്ഷൻ ഡി ഇന്റർ ക്രോമസോമൽ റീകോമ്പിനേഷൻ. അടുത്തതും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതൊക്കെയാണ് ജീൻ ലൈബ്രറി, സിംഗിൾ സെൽ പ്രോട്ടീൻ, അഗ്രികൾച്ചറൽ സീരിയൽ ക്രോപ്പ്, cDNA.
ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ജീൻ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഏതാണ്? ജീൻ ലൈബ്രറി, ജീൻ ബാങ്ക്. ഓക്കെ, സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് അതൊരു പ്രൊഡക്ഷൻ ഓഫ് ഫുഡ്. ഓക്കെ, അഗ്രികൾച്ചർ സീരിയൽ ക്രോപ്പ് എന്ന് പറയുന്നത് നിഫ് ജീൻ, ആൻഡ് cDNA എന്ന് പറയുന്നത് എന്താണ്? cDNA ക്രോമസോം മാപ്പിംഗ്. ഓക്കെ, സോ ഓപ്ഷൻ ബി. അടുത്തത്, വിച്ച് ലോ ഓഫ് തെർമോഡൈനാമിക് ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് എൻട്രോപ്പി? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലാണ് എൻട്രോപ്പിനെ കുറിച്ച് പറയുന്നത്. അടുത്തത്, മാച്ച് ദ ഫോളോയിങ് ആണ്. കൊളോയിഡൽ തിയറി ഓഫ് പ്രോട്ടോപ്ലാസം, സെൽ തിയറി, ക്രോമസോം, കോണ്ടാസം. അതിൽ കൊളോയിഡൽ തിയറി ഓഫ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് ഫിഷറിന്റെ ആണ്. സെൽ തിയറി എന്ന് പറയുമ്പോൾ എന്താണ്? സ്ക്ലീഡൻ ആൻഡ് സ്വാൻ, ഇത് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ക്രോമസോം ഏതാണ്? വാൽഡേയോ. പിന്നെന്താണ്? കോണ്ടസോം എന്ന് പറയുന്നത് പാർക്ക് ആൻഡ് ബിഗിൻസ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നെയിം ഫോർ ബിഹേവിയർ ഫൗണ്ട് ഇൻ ഓർഗാനിസം വിച്ച് ഇൻഡ്യൂസ് ദം ടു ലേൺ സംതിങ് വിത്തൗട്ട് എനി ഇൻഡ്യൂസ്മെന്റ്? അതാണ് ഓപ്ഷൻ എ, ലേറ്റന്റ് ലേണിംഗ്. അടുത്തത്, ഡീകംപ്രഷൻ സിക്നസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു? ഓപ്ഷൻ ഡി, N2. അടുത്തത്, ഗ്രേ ക്രസന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എഗ് ഓഫ്? ഗ്രേ ക്രസന്റ് എന്ന് പറയുന്നത് ഫ്രോഗിലുള്ളതാണ്. ഓപ്ഷൻ എ, ഫ്രോഗ്. അടുത്തത്, ഫാറ്റി ആസിഡ് നോട്ട് സിന്തസൈസ്ഡ് ഇൻ മാൻ. മാനിൽ സിന്തസൈസ് ചെയ്ത ഫാറ്റി ആസിഡ് ആണ്. ഓപ്ഷൻ ബി, ലിനോലേക്ക് ആസിഡ്. അടുത്തത്, എ ഗ്രൂപ്പ് ഓഫ് എയറോബിക് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ദാറ്റ് ഫോംസ് ബ്രാഞ്ചിങ് ഫിലമെന്റ്, ഹൈഫേ ആൻഡ് അസെക്ഷൽ പോഴ്സ്. ഏതാണ്? ഓപ്ഷൻ ബി, ആക്ടിനോമൈസേറ്റ്സ്. അടുത്തത്, റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം, അതാണ് RFLP സ്റ്റഡി ഈസ് എ ടെക്നിക് ഫോർ? ഓപ്ഷൻ എ, ഐഡന്റിഫൈങ് ജെനറ്റിക്, ദാറ്റ് ഈസ് DNA homologous. Next question, the species having wide geographical ranges often develop locally adapted population are called prototypes. Option B, prototypes. അടുത്തത്, alignment of one or more mRNA sequence in a single genomic sequence is? Option C, SPIDE. Which of the following is not a requirement for PCR reaction? ഏതാണ്? ഓപ്ഷൻ ഡി, RNA template. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not a water soluble vitamin? ഏതാണ്? ഓപ്ഷൻ ഡി, vitamin K. അടുത്തത്, ഹ്യൂമൻ എഗ്സ് എന്ന് പറയുന്നത് മീസോലിസിത്തിലാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നാഷണൽ അക്വാട്ടിക് അനിമൽ ഓഫ് ഇന്ത്യ? ഗാംഗറ്റിക് ഡോൾഫിൻ. ഇൻസുലിൻ ഹോർമോൺ ഈസ് എ പെപ്റ്റൈഡ്. ഇൻ ലാർജ് റാൻഡംലി മേറ്റിംഗ് പോപ്പുലേഷൻ നോ ചേഞ്ച് occur in the gene frequency in the absence of mutation and selection. This is called Hardy-Weinberg law. Animal distributed in restricted area are known as phenotypic. Lorentz psychohydraulic model explain? Option B, motivation. Thank you.